നമസ്കാരം. ഞാൻ VB ഉണ്ണിതാൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയുന്നത് നമ്മൾ ആളുകൾ പലപ്പോഴായി ചോദിച്ച സംശയത്തിൻ്റെ ദൂരീകരണമാണ്. അതൊരുപാട് പേർക്ക് ആവശ്യമായി വരുന്നത് കൊണ്ടാണ് ഒരു പ്രത്യേക വീഡിയോ ആയി ചെയ്യുന്നത്. പുതുതായി വീട് വെക്കുന്ന ആളുകളുടെ സംശയമാണ്. വച്ചു പോയവരും ധാരാളം സംശയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ നമ്മുടെ വീട്ടിൽ എവിടെയൊക്കെയാണ് സിറ്റ് ഔട്ട് വരാവുന്നത്, എവിടെയൊക്കെ സിറ്റ് ഔട്ട് വന്നുകൂടാ, അങ്ങനെ വന്നാൽ എന്തൊക്കെയാണ് അതിനുണ്ടാകാനുള്ള നല്ല കാര്യങ്ങളും മോശമായ കാര്യങ്ങളും, അത്തരം കാര്യങ്ങളെപ്പറ്റി നമുക്ക് നോക്കാം. മിക്കവാറും നമുക്കറിയാം, എല്ലാ വീടുകളിലും സിറ്റ് ഔട്ട് ഇല്ലാത്ത വീടുകൾ കേരളത്തിൽ വളരെ അപൂർവമാണ്, വളരെ കുറവാണ്. എന്നാൽ സിറ്റ് ഔട്ട് ഇല്ലാതെ വരാന്തകൾ വന്നുപോയ വീടുകളും ധാരാളമുണ്ട്. അപ്പോൾ വരാന്ത വരുമ്പോൾ പിന്നെ സിറ്റ് ഔട്ടിൻ്റെ ആവശ്യം വരുന്നില്ല. അങ്ങനെയുള്ള വീടുകളുണ്ട്. മറിച്ച് ഇപ്പോൾ കോണ്ടംപററി ശൈലി വെക്കുന്ന വീടുകളിൽ പലയിടത്തും വരാന്തകൾ പ്രത്യേക മോഡലിലേക്ക് ചെയ്യാറുണ്ട്. അഥവാ അത് വീടിൻ്റെ ആൾക്കാരിപ്പോൾ ഏറ്റവും കൂടുതൽ നോക്കാറുള്ളത് വീടിൻ്റെ ഭംഗി മാത്രമാണ്. അങ്ങനെ ഭംഗി നോക്കുന്ന ആളുകൾക്ക് വലിയ ദോഷങ്ങളൊക്കെ വന്ന് ഭവിച്ചിട്ടുണ്ട്. സിറ്റ് ഔട്ട് ഭയങ്കരമായി തള്ളി നിൽക്കുന്ന അവസ്ഥ പലയിടത്തുണ്ട്. ആദ്യമേ പറയട്ടെ, ഒരു സിറ്റ് ഔട്ടിൻ്റെ സ്ഥാനം നമ്മൾ തീരുമാനിക്കുന്നതിന് മുമ്പ് എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ഒരു സിറ്റ് ഔട്ടുകളും വീടിൻ്റെ പ്ലിന്ത് ഏരിയയിൽ നിന്ന് മുന്നോട്ട് അല്ലെങ്കിൽ എങ്ങോട്ടും തള്ളി നിൽക്കാൻ പാടില്ല. കേരളത്തിലെ ലക്ഷക്കണക്കായ വീടുകളെടുത്താൽ അതിലൊരു 50-60% വീടുകളിലെ സിറ്റ് ഔട്ടുകൾ മുന്നോട്ട് തള്ളി നിൽക്കുന്ന സ്ഥിതിയിലാണ് വന്നിട്ടുള്ളത്. അത് കടുത്ത വാസ്തുദോഷമാണ്. തള്ളി സിറ്റ് ഔട്ട് എടുക്കുന്നത് പ്രാഥമികമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ബാലപാഠമാണ്. സിറ്റ് ഔട്ടുകൾ എവിടെ വെച്ചാലും അതൊരിക്കലും തള്ളി നിന്നുകൂടാ. ഇനി നമുക്ക് സിറ്റ് ഔട്ട് എവിടേക്കാകാം? സിറ്റ് ഔട്ട് നമുക്ക് ആകാൻ പറ്റുന്ന സ്ഥലങ്ങൾ, ഒന്ന് വടക്ക് കിഴക്ക് മൂലയാണ് സിറ്റ് ഔട്ടിന് ഏറ്റവും അനുയോജ്യം. കിഴക്കോട്ടും വടക്കോട്ടും നിൽക്കുന്ന വീടുകൾക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് സിറ്റ് ഔട്ട് എടുക്കാം, ഓപ്പണായി എടുക്കാം. കറക്റ്റ് പ്ലിന്തേരിയിൽ തന്നെ നിർത്തിക്കൊണ്ട് വേണം ചെയ്യാൻ. ഒരിക്കലും തള്ളി നിൽക്കരുത്. വടക്ക് കിഴക്കായാൽ പോലും ഏത് സ്ഥലത്തായാൽ പോലും സിറ്റ് ഔട്ടുകൾ വെളിയിലേക്ക് തള്ളി എടുത്തുകൂടാ. ഒപ്പം ഏറ്റവും നല്ല സ്ഥാനം സിറ്റ് ഔട്ടിന് കിഴക്കോട്ടും വടക്കോട്ടും നിൽക്കുന്ന വീടുകൾക്ക് വടക്ക് കിഴക്കാണ് ഒന്നാമത്തെ സ്ഥാനമുള്ളത്. വടക്ക് കിഴക്ക് സിറ്റ് ഔട്ട് വന്നാൽ അത് ധാരാളം ധനത്തെ വാരിത്തരും. മറ്റു ദോഷങ്ങളൊന്നും വീട്ടിൽ വന്നിട്ടില്ല എങ്കിൽ. വടക്ക് കിഴക്ക് വരാന്ത വന്നും വടക്ക് കിഴക്ക് സിറ്റ് ഔട്ട് വന്നാൽ നല്ല ഐശ്വര്യമുള്ള കുടുംബമായി അത് മാറും. ഉയർച്ചകളിലേക്ക് തലമുറ തന്നെ മാറിപ്പോകും. നല്ല വരുമാനത്തെ കൊണ്ടുതരുവത്, നല്ല സമാധാനമുള്ളവരെ തരുവത്, ദേഷ്യമില്ലാത്ത അല്ലെങ്കിൽ അപകടങ്ങളില്ലാത്ത, ദേഷ്യങ്ങളില്ലാത്ത, ഷണ്ഠകളില്ലാത്ത, വഴക്കില്ലാത്ത ഒരു വീടായി തീരുമത്. അപ്പോൾ വടക്ക് കിഴക്കിലെ അടുക്കള തരുന്ന പുണ്യങ്ങൾ, വടക്ക് കിഴക്കിലെ സിറ്റ് ഔട്ട് തരുന്ന പുണ്യങ്ങൾ വളരെ വലുതാണ്. ഒന്നാം സ്ഥാനം വടക്ക് കിഴക്കിനാണ്. ഇനി കിഴക്കോട്ട് നിൽക്കുന്ന വീടിന് രണ്ടാം സ്ഥാനം കിഴക്കാണ്. വടക്ക് കിഴക്കിലും സിറ്റ് ഔട്ട് എടുക്കാം. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കിഴക്കോട്ട് നിൽക്കുന്ന വീടിന് യാതൊരു കാരണവശാലും തെക്കു കിഴക്കിൽ സിറ്റ് ഔട്ട് വന്നുകൂടാ. എന്താ സിറ്റ് ഔട്ട് വന്നാൽ അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാ? തെക്ക് കിഴക്ക് സിറ്റ് ഔട്ട് വന്നു കഴിഞ്ഞാൽ അഗ്നി മൂല തുറന്നു കിടക്കുന്നതിനിടയാകും.
അഗ്നിമൂല തുറന്നു കിടക്കുമ്പോൾ അത് പലതര കഷ്ടനഷ്ടങ്ങൾക്കിടയാവും, സാമ്പത്തിക വിഷമതകൾക്കിടയാവും, ഗുരുതരമായ രോഗങ്ങൾക്കും വ്യവഹാരത്തിനും ഇടയാകും, കേസുകൾക്ക് ഇടയാകും. അവിടുത്തെ മക്കളുടെ പക്ഷത്ത് വളരെയേറെ ദുരിത അവസ്ഥകൾ ഉണ്ടായി വരും. ഒരു തലമുറയെ തന്നെ കെടുത്തിക്കളയാൻ, ഒരു തലമുറയുടെ ശക്തിയെയും അതിൻ്റെ ഗ്രോത്തിനെയും വളർച്ചയെയും തടയുവാൻ ആ തെക്ക് കിഴക്കിലെ സിറ്റ് ഔട്ടിന് കഴിയും. അപ്പോൾ കിഴക്കോട്ട് നിൽക്കുന്ന വീട്ടിലെ ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, തെക്ക് കിഴക്കിൽ യാതൊരു കാരണവശാലും സിറ്റ് ഔട്ട് വരാൻ പാടില്ല. ഇനി നമുക്ക് വടക്കോട്ട് നിൽക്കുന്ന വീടെടുക്കാം. വടക്കോട്ട് നിൽക്കുന്ന വീട്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു വടക്ക് കിഴക്കിൽ സിറ്റ് ഔട്ട് എടുക്കാം, ഒപ്പം വടക്കും സിറ്റ് ഔട്ട് എടുക്കാം. മറിച്ച് വടക്കോട്ട് നിൽക്കുന്ന വീടിന് യാതൊരു കാരണവശാലും വടക്കു പടിഞ്ഞാറ് സിറ്റ് ഔട്ട് വന്നുകൂടാ. വടക്ക് പടിഞ്ഞാറ് സിറ്റ് ഔട്ട് വന്നാൽ, വടക്ക് പടിഞ്ഞാറ് സ്വിച്ച് ഔട്ട് എന്ന് പറഞ്ഞ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഭാഷയിൽ പല രൂപം പറയാറുണ്ട്. പൂമുഖം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വടക്ക് പടിഞ്ഞാറ് സ്വിച്ച് ഔട്ട് വന്നാൽ അത് വളരെ മോശമാണ്. വടക്ക് പടിഞ്ഞാറ് സ്വിച്ച് ഔട്ട് വരുമ്പോൾ ആ വീട്ടിലെ തലമുറയെ, മുമ്പ് അഗ്നിയുടെ കാര്യം പറഞ്ഞ അതിന് സമാനമായ സംഭവങ്ങളുണ്ടാകും. കൂടാതെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളുണ്ടാകും. മക്കളുടെ പക്ഷത്തെ അത് ഭയങ്കരമായിട്ട് അശക്തിയായി തീരും, വൈകല്യങ്ങളെ തരും അത്, ഒപ്പം ഗുരുതരമായ രോഗങ്ങളെ സമ്മാനിക്കും. അത് മനസ്സിനെ ബാധിക്കാം, അത് മനസ്സിൻ്റെ തകർച്ചയെ സംഭവിക്കാം, മനോരോഗങ്ങളുള്ളവരെ ക്രിയേറ്റ് ചെയ്യാം, പലതരം വൈകല്യങ്ങളുണ്ടാകാം, വളരെ അമിതമായി ചിലവുകൾ കൂട്ടിത്തരാം. തെക്ക് കിഴക്കിലെ പറഞ്ഞതുപോലെ തന്നെ ഒരു തലമുറയുടെ ശക്തിയെയും അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെയും വളർച്ചയും ഒക്കെ കെടുത്തിക്കളയുവാൻ വടക്ക് പടിഞ്ഞാറിലെ സിറ്റ് ഔട്ടിന് കഴിയും. അതുകൊണ്ട് യാതൊരു കാരണവശാലും വടക്ക് പടിഞ്ഞാറ് സിറ്റ് ഔട്ട് വരാൻ പാടില്ല. അതുപോലെ തന്നെ ഈ വടക്ക് പടിഞ്ഞാറ് സിറ്റ് ഔട്ട് വന്നാൽ സ്ത്രീകളെ ബാധിക്കും. അതുപോലെ സ്ത്രീകൾ കോപിഷ്ഠകളായാൽ വലിയ കോപമുള്ളവരായിത്തീരും. ആ കോപത്തെ നമുക്ക് അടയ്ക്കാൻ കഴിയാതെയായി പോവും. നഷ്ടങ്ങളും ചിലവുകളും അതുപോലെ തന്നെ ആ വീട്ടിലെ ഗൃഹനാഥൻ്റെ ഉയർച്ചയെ, തലമുറയുടെ ഉയർച്ച കെടുത്തിക്കളയുന്നത് മാത്രമല്ല, അവിടുത്തെ ഗൃഹനാഥൻ്റെ ഉയർച്ചയെ പൂർണ്ണമായും തടയിടുവാൻ വടക്ക് പടിഞ്ഞാറിലെ സിറ്റ് ഔട്ടിന് കഴിയും. അതുകൊണ്ട് ദോഷങ്ങൾ വരുത്തി വയ്ക്കരുത്. എപ്പോഴും പറഞ്ഞ് ഞാൻ ആവർത്തിക്കുകയാണ്, നിങ്ങൾ ഈ വീഡിയോയെ വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ എടുത്തു വേണം. ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പറയുന്നതിനെ വിശ്വസിക്കാവൂ. വടക്ക് പടിഞ്ഞാറ് സിറ്റ് ഔട്ടുള്ള ആളുകൾ അവരുടെ ജീവിത അനുഭവങ്ങൾ പരിശോധിച്ച് നോക്കൂ. തെക്ക് കിഴക്കുള്ളവർ അവരുടെ ജീവിതാനുഭവം പരിശോധിച്ച് നോക്കൂ. വടക്ക് കിഴക്ക് സിറ്റ് ഔട്ടുള്ളവർ ആ അനുഭവം പരിശോധിച്ച് നോക്കൂ. അങ്ങനെ മാത്രമേ ഈ വീഡിയോയെ വിശ്വസിക്കാൻ പാടുള്ളൂ. ഇനി പടിഞ്ഞാറേക്ക് നിൽക്കുന്ന വീടുകളിൽ ഒരൊറ്റ ഒരു സ്ഥലത്ത് മാത്രമേ സിറ്റ് ഔട്ടിന് സാധ്യതയുള്ളൂ, സിറ്റ് ഔട്ട് പാടുള്ളൂ. അത് നേരെ പടിഞ്ഞാറാണ്. പടിഞ്ഞാറ് നിൽക്കുന്ന വീടുകൾക്ക് പലപ്പോഴും അബദ്ധം പറ്റാറുണ്ട്. ഈ അബദ്ധം വളരെ ഗുരുതരമായ വിഷമങ്ങളെ സമ്മാനിക്കുകയും ചെയ്യും. പടിഞ്ഞാറ് നിൽക്കുന്ന വീടിൽ പറ്റിപ്പോകുന്നത് ചിലപ്പോൾ ഒരുപാട് വീടുകളിൽ തെക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും സിറ്റ് ഔട്ട് വന്ന് കയറിയിട്ടുണ്ട്. തെക്ക് പടിഞ്ഞാറ് സിറ്റ് ഔട്ട് വന്ന് കയറിയാൽ ആ വീടിൻ്റെ തകർച്ചയാണ്. എല്ലാ അർത്ഥത്തിലും ആ വീടിന് വിഷമങ്ങളും വഴക്കുകളും ദുരിതങ്ങളും അപകടങ്ങളും നഷ്ടങ്ങളും മാത്രം ആയിരിക്കും അതിൻ്റെ അവസ്ഥ. യാതൊരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് സിറ്റ് ഔട്ട് വന്നുകൂടാ. തെക്ക് പടിഞ്ഞാറ് സിറ്റ് ഔട്ട് വന്നാൽ കലഹം നിറഞ്ഞ വീടായിരിക്കും ആ വീട്. അശാന്തിയുടെയും രോഗങ്ങളുടെയും ഒരു കേളി ഗൃഹമായിരിക്കും ആ ഗൃഹം. അസ്ഥിരോഗങ്ങൾ ഒരിക്കലും മുറ്റൊഴിയില്ല. വീടിന് സ്ഥിരതയുണ്ടാവില്ല, വീടിന് ശക്തി ഉണ്ടാവില്ല. വീടിൻ്റെ സ്ഥിരതയെ അത് വളരെ മോശമായി ബാധിക്കും.
ഉറപ്പോടെ വീടിന് മുന്നോട്ട് പോകണമെങ്കിൽ യാതൊരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് മൂലയിൽ സിറ്റ് ഔട്ട് വന്നുകൂടാ. പടിഞ്ഞാറോട് നിൽക്കുന്ന വീട്ടിലെ ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. തെക്ക് പടിഞ്ഞാറ് സിറ്റ് ഔട്ട് വരാൻ പാടില്ല. അത് വന്നാൽ ഞാനീ പറഞ്ഞ ഫലങ്ങൾ കൂടാതെ മാനസിക രോഗികളെ സൃഷ്ടിക്കപ്പെടും. ആ വീട് ധനത്തെ പൂർണ്ണമായും ഇല്ലാതെയാക്കി ആ വീട് വലിയ സാമ്പത്തിക ബാധ്യതയിലേക്ക് അമർന്നു പോയേക്കാം. വലിയ വാഹനാപകടങ്ങൾ സാധ്യതയുണ്ട്. ഗുരുതരമായ രോഗങ്ങൾക്ക് സാധ്യതയുണ്ട്. വഴക്കും തടസ്സങ്ങളും പ്രതിസന്ധികളും ഭക്ഷണം മാന്യമായി കഴിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് അവിടുത്തെ അന്തേവാസികൾ മാറിപ്പോകാം. എന്തുകൊണ്ടും നമ്മൾ എങ്ങനെ എടുത്താലും തെക്ക് പടിഞ്ഞാറിലെ സിറ്റ് ഔട്ട് നമ്മളെ കൊല ചെയ്യുന്ന സിറ്റ് ഔട്ടായിരിക്കും. അതുകൊണ്ട് യാതൊരു കാരണവശാലും പടിഞ്ഞാട്ട് നിൽക്കുന്ന വീടുകൾക്ക് തെക്ക് പടിഞ്ഞാറ് സിറ്റ് ഔട്ട് വരരുത്. നേരെ പടിഞ്ഞാറ് മാത്രമേ സിറ്റ് ഔട്ട് വയ്ക്കാൻ പാടുള്ളൂ. അത് ആദ്യം പറഞ്ഞ് ആവർത്തിക്കുന്നു, ഒരിക്കലും തള്ളി നിന്നുകൂടാ സിറ്റ് ഔട്ട് പടിഞ്ഞാറിലോട്ടും. അപ്പോൾ പടിഞ്ഞാറോട്ട് നിൽക്കുന്ന വീടുകൾക്ക് ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, നേരെ പടിഞ്ഞാറ് മാത്രമേ സിറ്റ് ഔട്ട് എടുക്കാൻ പാടുള്ളൂ. ഇനി തെക്കോട്ട് നിൽക്കുന്ന വീടിൻ്റെ കാര്യമെടുക്കാം. തെക്കോട്ട് നിൽക്കുന്ന വീടാകുമ്പോൾ ഈ പറഞ്ഞ കാര്യം അതിനും ബാധകമാണ്. യാതൊരു കാരണവശാലും തെക്ക് പടിഞ്ഞാറ് സിറ്റ് ഔട്ട് വന്നുകൂടാ. ഒപ്പം പിന്നെയും ഉണ്ട് തെക്ക് കിഴക്കും വന്നുകൂടാ. അത് പറഞ്ഞു കഴിഞ്ഞു. തെക്ക് കിഴക്കിലും സിറ്റ് ഔട്ട് വന്നുകൂടാ, തെക്ക് പടിഞ്ഞാറിലും വന്നുകൂടാ. സിറ്റ് ഔട്ട് തെക്കോട്ട് നിൽക്കുന്ന വീടിന് സിറ്റ് ഔട്ട് എടുക്കുകയാണെങ്കിൽ നേരെ മൊത്തം പ്ലിന്ത് ഏരിയയുടെ ഏറ്റവും മധ്യഭാഗത്ത് തന്നെ എടുക്കണം. വളരെ കണ്ണിങ്ങായി, വളരെ സൂക്ഷിച്ച്, വളരെ ശ്രദ്ധയോടെ കേന്ദ്രീകരിച്ച്. അതായത് എങ്ങോട്ട് നിൽക്കുന്ന വീട്ടിലും അപേക്ഷിച്ച് തെക്കോട്ട് നിൽക്കുന്ന വീട്ടിലെ സിറ്റ് ഔട്ട് എടുക്കുമ്പോൾ അത് വളരെ കണിശമായി തെക്കിലെ കറക്റ്റായി ഏകദേശം ഒരു 180 ഡിഗ്രിയിൽ വരുന്ന രീതിയിൽ തന്നെ 180 ഡിഗ്രി അല്ലെങ്കിൽ 275 ഡിഗ്രിക്കുള്ളിലേക്ക് വരുന്ന ഡിഗ്രിയിലേക്ക് മാറ്റിയെടുത്താൽ, അതായത് കുറച്ചുകൂടി സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ തെക്കുവശത്തെ തുല്യമായി നമ്മൾ രണ്ടാക്കി എടുത്താൽ അതിൻ്റെ നേർ മധ്യഭാഗത്ത് മാത്രമേ സിറ്റ് ഔട്ട് വെച്ച് കൊടുക്കാവൂ. അപ്പോൾ ആ നേർ മധ്യത്തിൽ സിറ്റ് ഔട്ട് വെച്ചില്ലെങ്കിൽ അഗ്നിയിലോ കന്നിയിലോ സിറ്റ് ഔട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യാതൊരു കാരണവശാലും തെക്കോട്ട് നിൽക്കുന്ന വീടുകൾക്ക് സിറ്റ് ഔട്ട് തെക്കിൽ മാത്രമേ വയ്ക്കാവൂ. തെക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്കിലോ സിറ്റ് ഔട്ട് വരാതെ നോക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പറയുമ്പോൾ നിങ്ങൾ പല ആളുകളും പറയാറുണ്ട്, തെക്കിനെ പറ്റിയോ അല്ലെങ്കിൽ നമ്മൾ പടിഞ്ഞാറിനെ പറ്റിയൊക്കെ പറയുമ്പോൾ എൻ്റെ വീട് സിറ്റ് ഔട്ട് ഇങ്ങനെയാണ്, എൻ്റെ വീട് സിറ്റ് ഔട്ട് അങ്ങനെയാണ്, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറയുന്നതോടെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമാണ്, അത് നിങ്ങൾ മറ്റുള്ളവരെ കാണിച്ചു കൊടുത്താൽ മതി. നിങ്ങളുടെ ജീവിതം ജനത്തിന് കാണാൻ പറ്റില്ലോ. നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളെ പറ്റി അറിയേണ്ടത്. ജനത്തിനറിയാം നിങ്ങളെപ്പറ്റി, അയൽക്കാരനറിയാം നിങ്ങളെപ്പറ്റി. അപ്പോൾ അതുകൊണ്ട് ബോധപൂർവം അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും സിറ്റ് ഔട്ട് തെക്ക് വെച്ച് കൊടുത്തതുകൊണ്ട് നിങ്ങൾ ന്യായീകരിക്കാൻ വരരുത്. തെക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറോ സിറ്റ് ഔട്ടുള്ള വീടുകൾ തകർച്ചയിലേക്കും വിഷമത്തിലേക്കും പതർച്ചയിലേക്കും വ്യവഹാരങ്ങളിലേക്കും നഷ്ടങ്ങളിലേക്കും മാത്രമേ പോവുള്ളൂ. ജോലി ഈ 3 വശത്താണ് നമുക്ക് യാതൊരു കാരണവശാലും സിറ്റ് ഔട്ട് വന്നുകൂടാത്ത വശങ്ങൾ ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞതാണ്. തെക്ക് കിഴക്ക്, തെക്ക് പടിഞ്ഞാറ്, വടക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിൽ യാതൊരു കാരണവശാലും സിറ്റ് ഔട്ട് വന്നുകൂടാ. ഈ 3 വശങ്ങളിൽ സിറ്റ് ഔട്ട് വന്നാൽ ഉണ്ടാകുന്ന ഫലം നമുക്ക് ആലോചിച്ച് പറയാം, ഒരുമിച്ച് പറയാം. ജോലി നഷ്ടപ്പെടാം, സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടു പോകാം, വ്യവഹാരങ്ങൾ ഉണ്ടാകാം, ഗുരുതര രോഗങ്ങൾ ഉണ്ടാകാം, വാഹനാപകടങ്ങൾ ഉണ്ടാകാം, ബന്ധങ്ങൾ തകർന്നു പോകാം. ബന്ധങ്ങളൊന്നും ബാക്കി കാണുകയില്ല. പരസ്പരം ബന്ധുക്കൾ പോലും വലിയ ശത്രുക്കളായി തീരും. തലമുറ കെട്ടുപോകും, മക്കളുടെ പക്ഷത്ത് അശക്തി ഉണ്ടാകും,
മക്കൾ മുതിർന്ന അവരുടെ വിവാഹം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വിവാഹം നടന്നാൽ നിലനിൽക്കണമെന്നില്ല. വിവാഹം നടന്നാൽ അടുത്ത തലമുറ ഉണ്ടാകണമെന്നില്ല, മക്കളുണ്ടാകണമെന്നില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ദോഷമാണ് ഈ സിറ്റ് ഔട്ടുകൾ തരിക. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ വർഷങ്ങളിൽ പുതിയ വീട് വെക്കുന്ന ആളുകൾ വളരെയേറെ ശ്രദ്ധിക്കുക. ഈ വർഷങ്ങളിൽ സിറ്റ് ഔട്ട് വരാതെ നോക്കണം. പുതുതായി വീട് വെക്കുന്ന ആളുകൾ അങ്ങനെ ശ്രദ്ധിക്കുന്നതിനൊപ്പം തന്നെ നിലവിൽ ഇങ്ങനെ സിറ്റ് ഔട്ട് ഈ 3 വശങ്ങളിൽ തെക്ക് കിഴക്കും തെക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും സിറ്റ് ഔട്ട് വന്നുപോയ ആളുകൾ വളരെ അടിയന്തരമായി ഈ സിറ്റ് ഔട്ടുകൾ അവിടെ നിന്ന് മാറ്റണം. വളരെ അടിയന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം പ്രാധാന്യം അതിനുണ്ട്. ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ഒരു വലിയ ആളുകൾക്ക് ഇതുപോലൊക്കെ അബദ്ധം വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ വാസ്തുദോഷം മാറ്റുക. എത്രയും വേഗം ഈ വാസ്തുദോഷം മാറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഫലങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങളുടെ വീടാണ്, നിങ്ങളുടെ വീടിൻ്റെ നിർമ്മാണമാണ്, നിങ്ങൾ വസിക്കുന്ന ഭൂമിയാണ് നിങ്ങളുടെ ജീവൻ തീരുമാനിക്കുന്നത്. ആ ഒരു സത്യം, ആ ഒരു ബോധം നിങ്ങൾക്കുണ്ടാകണം. ആ ഒരു സത്യം തിരിച്ചറിഞ്ഞ് വേണം നിങ്ങൾ ശ്രമിക്കാൻ. എത്രയും വേഗം ഈ ഭാഗത്ത് സിറ്റ് ഔട്ട് വന്നവർ വേഗം മാറ്റിക്കൊള്ളുക. ഈ വാസ്തുവിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക. നിങ്ങൾ ജീവിതാനുഭവങ്ങൾ മാത്രം എടുത്തൊരു ഈ വീഡിയോയെ വിശ്വസിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.